ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു ഗണിതമധുരം ചാനൽ. സ്ക്വയേഴ്സ് ആൻഡ് റൈറ്റ് ട്രയാങ്കിൾസ്, സമചതുരങ്ങളും മട്ടത്രികോണങ്ങളും എന്ന പാഠഭാഗത്തിലെ ലാസ്റ്റ് പ്രവർത്തനത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. പേജ് നമ്പർ 159-ലും 160-ലുമായി കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഏതായാലും ഇന്നത്തെ ക്ലാസ്സിലൂടെ പേജ് നമ്പർ 159-ലുള്ള പ്രവർത്തനങ്ങൾ നമുക്കൊന്ന് നോക്കാം. സമയം കളയണ്ടാതെ നമുക്ക് പ്രവർത്തനത്തിലേക്ക് കയറാം. ചോദ്യം ഞാനൊന്ന് വായിക്കാം. ചോദ്യം വായിക്കുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കണം. നമുക്കറിയാം, ഓരോ ചോദ്യവും വായിക്കുമ്പോൾ എന്താണ് കണ്ടെത്തേണ്ടത്, അതിനെന്തെല്ലാം തന്നിട്ടുണ്ട്, ഈ ഒരു ചിന്ത നമ്മളിൽ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. പിന്നെ USS പഠിക്കുന്ന കുട്ടികൾക്ക് വളരെ പ്രധാനപ്പെട്ട ക്ലാസ്സുമാണ്. ഓക്കെ, നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ ചോദ്യം ഞാൻ പറയാം. ദ ലെങ്ത്സ് ഓഫ് ദ ടു സൈഡ്സ് ഓഫ് സം റൈറ്റ് ട്രയാങ്കിൾസ് ആർ ഗിവൺ ബിലോ. കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ദ തേർഡ് സൈഡ്. അതായത് ചുവടെയുള്ള ഓരോ കണക്കിലും ഒരു മട്ടത്രികോണത്തിൻ്റെ 2 വശങ്ങളുടെ നീളം പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ വശത്തിൻ്റെ നീളം കണക്കാക്കുക. ഒന്നാമത്തെ ചോദ്യം നമുക്കൊന്ന് നോക്കാം. ചോദ്യത്തിൽ തന്നിട്ടുണ്ട് ലംബവശങ്ങൾ 6 സെൻറ്റിമീറ്റർ 8 സെൻറ്റിമീറ്റർ, പെർപെൻഡിക്കുലർ സൈഡ്സ് 6 സെൻറ്റിമീറ്റർ 8 സെൻറ്റിമീറ്റേഴ്സ്. ഇനി ആദ്യത്തെ സ്റ്റെപ്പ് നമുക്ക് അവിടെ തന്നെ ഉണ്ട്. ലംബവശങ്ങളാണ്. ഏതൊക്കെയാണ്? 6 സെൻറ്റിമീറ്റർ 8 സെൻറ്റിമീറ്റർ. ഇനി അടുത്തത് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് അതിൻ്റെ ഒരു പിക്ചർ വരുന്നത് നല്ലതായിരിക്കും. നമുക്കറിയാം ലംബവശങ്ങൾ അല്ലേ. ഞാനിവിടെ ജസ്റ്റ് ആ ചിത്രം ഒന്ന് വരയ്ക്കുകയാണ്. ഇവിടെ 6 സെൻറ്റിമീറ്റർ, ഇവിടെ 8 സെൻറ്റിമീറ്റർ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മൂന്നാമത്തെ വശം. മൂന്നാമത്തെ വശം എന്ന് പറയുന്നത് കർണമാണ്, ഹൈപ്പോറ്റന്യൂസ്. ഇവിടെ പെർപെൻഡിക്കുലർ സൈഡ്സ് ആണ് തന്നിട്ടുള്ളത്. ഇതാണ് മട്ടകോൺ. ഇതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന, അതിനെതിരെ കിടക്കുന്ന വശമാണ് ഏറ്റവും നീളം കൂടിയ വശം, കർണം. ഇനി നമുക്ക് കണ്ടുപിടിക്കാം. കർണം കണ്ടുപിടിക്കാൻ ഇതിൻ്റെ വർഗത്തോട് ഇതിൻ്റെ വർഗം കൂട്ടണം. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്, അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യണം? കർണത്തിൻ്റെ വർഗം, അതായത് സ്ക്വയർ ഓഫ് ദ ഹൈപ്പോറ്റന്യൂസ് കാണാൻ വേണ്ടി 6 സ്ക്വയർ കൂട്ടണം 8 സ്ക്വയർ. 6 സ്ക്വയർ എത്രയാണ്? നമുക്കറിയാം 6 × 6 36 കൂട്ടണം 8 സ്ക്വയർ 8 × 8 64. ഇനി ഇത് രണ്ടും കൂടെ കൂട്ടണം. നിങ്ങളൊക്കെ എഴുതി കൂട്ടും, അതിൻ്റെ ആവശ്യമില്ല. നമുക്കറിയാം 64ഉം 6ഉം കൂടെ കൂട്ടുക. 64ഉം 6ഉം 70. 70ഉം ഇവിടെയുള്ള 30ഉം കൂടെ കൂട്ടിയാൽ 100 ആയി. അപ്പം നമുക്ക് കർണത്തിൻ്റെ വർഗം ആണ് നമുക്ക് കിട്ടിയത് 100. പക്ഷെ നമുക്ക് അവിടെ കൊണ്ട് നിന്നില്ല. നമുക്ക് ഈ വശത്തിൻ്റെ നീളമാണ് കിട്ടേണ്ടത്. അതായത് ലെങ്ത് ഓഫ് തേർഡ് സൈഡ്, മൂന്നാമത്തെ വശത്തിൻ്റെ നീളം കാണാൻ എന്ത് ചെയ്യണം? അതായത് മൂന്നാമത്തെ വശത്തിൻ്റെ നീളം എന്ന് പറയുന്നത് കർണത്തിൻ്റെ നീളമാണ്. അപ്പം അതിൻ്റെ വർഗമൂലം കാണണം. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 100 എത്രയാ വരിക? 10 സെൻറ്റിമീറ്റർ. 100 കിട്ടണമെങ്കിൽ 10നെ 10 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 100 കിട്ടുന്നത്. കുട്ടികാർക്ക് മനസ്സിലായില്ലേ? നല്ല എളുപ്പമുള്ളൊരു ചോദ്യമാണ്. സമയം കളയേണ്ട. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. പെർപെൻഡിക്കുലർ സൈഡ്സ്, ലംബവശങ്ങൾ എത്രയാണ്? 9 സെൻറ്റിമീറ്ററും 12 സെൻറ്റിമീറ്ററുമാണ്. നമുക്ക് എഴുതി വെക്കാം. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇവിടെയും കണ്ടുപിടിക്കേണ്ടത് ഹൈപ്പോറ്റന്യൂസ് ആണ്, കർണമാണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് കർണത്തിൻ്റെ വർഗം, ദ സ്ക്വയർ ഓഫ് ദ ഹൈപ്പോറ്റന്യൂസ് എന്ന് പറയുന്നത് 9 സ്ക്വയർ കൂട്ടണം 12 സ്ക്വയർ. 9 സ്ക്വയർ നമുക്കറിയാം 9നെ 9 കൊണ്ട് ഗുണിച്ചാൽ 9 9 81 കൂട്ടണം 12നെ 12 കൊണ്ട് ഗുണിക്കുക. അപ്പം എത്രയാ വരിക? 144 വരുന്നത്. 81 കൂട്ടണം 144. അത് കൂട്ടാൻ വേണ്ടി ഏറ്റവും എളുപ്പം 144 1ഉം 145. ബാക്കി എന്ത് ചെയ്യണം? 80 അതിനോട് കൂടെ കൂട്ടിയാൽ മതി. 140ഉം 80ഉം 220 അപ്പോൾ 5 അതിൻ്റെ കൂടെയുണ്ട്, 225. ഇനി ഇങ്ങനെ മനക്കണക്ക് കൂട്ടാൻ കഴിയില്ലാത്തവർ എന്ത് ചെയ്യണം? താഴെ എഴുതി കൂട്ടണം. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് സ്പീഡിൽ ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടേണ്ടതാണ്. ഇനി ഇവിടെ നോക്കാം. അപ്പം നമുക്ക് കിട്ടുന്നത് 225. ചില കുട്ടികൾ അല്ലെങ്കിൽ ചിലരെന്ത് ചെയ്യുക? അവിടെ കൊണ്ട് നിർത്തും, തീർന്നില്ല. അതിൻ്റെ വശത്തിൻ്റെ നീളമാണ് കിട്ടേണ്ടത്. അപ്പം നമുക്ക് എന്ത് ചെയ്യണം?
225 വർഗ്ഗമൂലം കണ്ടെത്തണം. 225 വർഗ്ഗമൂലം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടതാണ്. 15 വരിക. അപ്പോൾ വശത്തിൻ്റെ നീളം 15 സെൻറ്റിമീറ്റർ. ആരെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. 225 ഇവിടെ എഴുതി, ഇവിടെ 3 കൊണ്ട് 3 7 21 15 3 5 15. ഇനി 3 കൊണ്ട് 25 വരിക. 5 5. ഇതിൽ നിന്ന് ഒരു 3 എടുക്കുക, ഒരു 5 എടുക്കുക. 5 3 15. ജോഡിയായിട്ട് വരുന്നതിൽ നിന്ന് ഓരോന്നെടുത്ത് ഗുണിച്ചാൽ മതി. ഓക്കെ ആയല്ലോ. മൂന്നാമത്തെ ചോദ്യം നോക്കാം. ഇവിടെ തന്നിരിക്കുന്നത് പെർപെൻഡിക്കുലർ സൈഡ്സ് തന്നെയാണ്. അതായത് ലംബവശങ്ങൾ 7 സെൻറ്റിമീറ്ററും 24 സെൻറ്റിമീറ്ററുമാണ് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇവിടെയും കണ്ടുപിടിക്കേണ്ടത് കർണാണ് കണ്ടുപിടിക്കേണ്ടത്, ഹൈപ്പോറ്റന്യൂസ്. അപ്പൊ കർണത്തിന്റെ വർഗം, സ്ക്വയർ ഓഫ് ദ ഹൈപ്പോറ്റന്യൂസ് നമുക്ക് കണ്ടുപിടിക്കാം. 7 സ്ക്വയർ കൂട്ടണം 24 സ്ക്വയർ ആണ് വരിക. 7ന്റെ സ്ക്വയർ നിങ്ങൾക്കറിയാം, 7 7 49 ആണ് വരുന്നത്. കൂട്ടണം 24ന്റെ സ്ക്വയർ, 24നെ 24 കൊണ്ട് എഴുതി ഗുണിച്ചാൽ 576 ആണ് കിട്ടുക. നിങ്ങൾ എഴുതി ഗുണിച്ച് നോക്കിക്കോളാം. എനിക്ക് കൃത്യമായിട്ട് അറിയാം. 30 വരെയുള്ള സംഖ്യകളുടെ വർഗം നിങ്ങൾ കാണാതെ പഠിക്കുന്നത് നല്ലതാണ്. എളുപ്പമാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി ഇത് തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് ഭൂരിഭാഗവും വരുന്ന കണക്കുകളിൽ സ്ക്വയർ നമ്പേഴ്സ് തന്നെയാണ് വരിക. അപ്പം ഇവിടെ നമുക്കറിയാം 49ഉം 6ഉം ഞാൻ ആദ്യം കൂട്ടുകയാണ് ചെയ്യുക. 49ഉം 6ഉം നോക്കുക, 9ഉം 6ഉം 15 അപ്പോൾ 49നോട് കൂടെ 6 കൂട്ടിയാൽ 55 വരിക. 55ഉം 570 കൂടെ കൂട്ടണം. അപ്പം നമുക്ക് 625 കിട്ടുക. ഇനി അതല്ല എന്നുള്ളവർ 576 എഴുതുക, 49 എഴുതുക. 9 6 15, ശിഷ്ടം 4 5 7 12, ശിഷ്ടം 1 5 6, 625 കിട്ടുന്നത്. അപ്പോൾ 625. ഇനി നമുക്കറിയാം ഇവിടെയും മൂന്നാമത്തെ വശത്തിൻ്റെ നീളം, ലെങ്ത് ഓഫ് ദ തേർഡ് സൈഡ് എന്ന് പറയുന്നത് കർണം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ വർഗ്ഗമൂലം കാണണം. വർഗ്ഗമൂലം കാണുമ്പോൾ 625 എനിക്ക് ബൈ ഹാർട്ടാണ്, 25 വരിക. 5 ഗുണിക്കണം 5 25. 25നെ 25 കൊണ്ട് ഗുണിക്കുമ്പോൾ 625 കിട്ടുന്നത്. അതുകൊണ്ട് 25 സെൻറ്റിമീറ്റർ ആണ്. തന്നെയുമല്ല, ഇതിനു മുമ്പ് ഞാൻ ഏതോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, 25 ഗുണിക്കണം 25 കാണാൻ വേണ്ടിയിട്ട്, അതായത് 5ൽ അവസാനിക്കുന്ന സംഖ്യകളുടെ വർഗം കാണാൻ ഉള്ള ഒരു എളുപ്പ വഴിയുണ്ട്. ഇത് 5ൻ്റെ ഇവിടെ നമുക്കറിയാം, ഇതിൽ 2ഉം 5ഉമാണുള്ളത്. എല്ലാത്തിലും 5 വരും. അപ്പം 25 ലാസ്റ്റ് വരുന്ന 2 ഡിജിറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് കാണാൻ വേണ്ടി ഈ 2ൻ്റെ തൊട്ടടുത്ത സംഖ്യ 3 ആണ്. 23 6. അപ്പം 625 വരിക. ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാൻ വേറൊന്നുകൂടെ പറഞ്ഞുതരാം. 35 ഗുണിക്കണം 35 കാണാൻ വേണ്ടി ഒരു ബുദ്ധിമുട്ടുമില്ല. 5 ഒഴിവാക്കിയിട്ട് 3 ആണ്. 3ൻ്റെ അടുത്ത സംഖ്യ 4. 3 4 തമ്മിൽ ഗുണിക്കുക 12. 12 25 ആൻസർ വരിക. നിങ്ങൾക്ക് വേണമെങ്കിൽ കഷ്ടപ്പെട്ട് എഴുതി ഗുണിക്കാം. ഞാൻ മനക്കണക്കായിട്ട് ചെയ്തതാണ്. ഓക്കെ. അടുത്ത ചോദ്യത്തിൽ നമുക്ക് തന്നിരിക്കുന്നത് പെർപെൻഡിക്കുലർ സൈഡ്സ്, ലംബവശങ്ങൾ തന്നെയാണ്. 14 സെൻറ്റിമീറ്ററും 48 സെൻറ്റിമീറ്ററുമാണ് തന്നിരിക്കുന്നത്. ഇവിടെയും നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കർണത്തിൻ്റെ നീളം, ഹൈപ്പോറ്റന്യൂസ് തന്നെയാണ്. ഇനി അടുത്തത് അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? കർണത്തിൻ്റെ വർഗം, സ്ക്വയർ ഓഫ് ദ ഹൈപ്പോറ്റന്യൂസ്. ഇവിടെ നമുക്കറിയാം 14 സ്ക്വയർ കൂട്ടണം 48 സ്ക്വയർ. ഈ 2 വശങ്ങളായതുകൊണ്ട് കൂട്ടിയാൽ മാത്രമേ നമുക്ക് കർണത്തിൻ്റെ വർഗം കിട്ടുള്ളൂ. ഇവിടെ 14ൻ്റെ സ്ക്വയർ എനിക്കറിയാം, നിങ്ങൾക്കറിയുമോ എന്ന് എനിക്കറിയില്ല, 196 വരുന്നത്. ഇനി 48ൻ്റെ സ്ക്വയർ, 48നെ നിങ്ങൾ കൃത്യമായി 48 കൊണ്ട് എഴുതി ഗുണിക്കുക. 2304 വരുന്നത്. 2304 നിങ്ങളൊന്ന് എഴുതി ഗുണിച്ചാൽ മതി. ഓക്കെ. ഇനി എന്ത് ചെയ്യണം? ഇത് 2 കൂടെ കൂട്ടണം. നമുക്കറിയാം 2304ഉം 6ഉം കൂടെ കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 2310 കിട്ടുക. ഇനി 2310നോട് കൂടെ ഞാൻ ഈ 90 ആദ്യം കൂട്ടുക. അപ്പം 2400 കിട്ടി. 2400ഉം പിന്നെ ഇവിടെ 190ലെ 100 ഉണ്ട്, 2500. ഞാനിങ്ങനെ മനക്കണക്കാണ് കൂട്ടുന്നത്. ഇനി അങ്ങനെ നിങ്ങൾക്ക് പറ്റൂലെങ്കിൽ നിങ്ങളൊന്ന് എഴുതി കൂട്ടിയാൽ മതി. ഓക്കെ.
ഇവിടെ കിട്ടുന്നത് 2500. ആദ്യം ഈ 4ഉം 6ഉം കൂടെ കൂട്ടി 2310 ആക്കി. 2310ഉം 90ഉം 2400, പിന്നെ 100, അപ്പോൾ 2500. ഇനി ഇതിൻ്റെ നമുക്കറിയാം മൂന്നാമത്തെ വശത്തിൻ്റെ നീളം, ലെങ്ത് ഓഫ് ദ തേർഡ് സൈഡ് കാണാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ വർഗ്ഗമൂലം കണ്ടാൽ മതി. ഞാൻ നിങ്ങളോട് ഇതിനു മുമ്പ് ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, വർഗത്തിലെല്ലാം ഇരട്ടിയാണ്, വർഗ്ഗമൂലത്തിൽ പകുതി. ദശാംശ സ്ഥാനങ്ങളാണെങ്കിലും പൂജ്യങ്ങളുടെ എണ്ണം ആണെങ്കിലും ഒക്കെ വർഗത്തിൽ ഇരട്ടിയായിട്ടാണ് വരിക, വർഗ്ഗമൂലത്തിൽ പകുതി. അപ്പം ഇവിടെ 2 പൂജ്യം വന്നതുകൊണ്ട് നമുക്കറിയാം വർഗ്ഗമൂലത്തിൽ 1 പൂജ്യമേ വരുള്ളൂ. പിന്നെ ഉള്ളത് 25 അല്ലേ? 25ൻ്റെ വർഗ്ഗമൂലം നമുക്കറിയാലോ, എത്രയാണ് വരുന്നത്? 5 ആണ് വരുന്നത്. അപ്പം ഇതിന് എത്രയാണ് കിട്ടുക? 50 സെൻറ്റിമീറ്റർ ആണ് കിട്ടുക. കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇവിടെ ചോദ്യം ജസ്റ്റ് ഒന്ന് മാറിയിട്ടുണ്ട്. ഇവിടെ തന്നിരിക്കുന്നത് കർണം 17 സെൻറ്റിമീറ്റർ, മറ്റൊരു വശം 15 സെൻറ്റിമീറ്റർ. കർണം ഹൈപ്പോറ്റന്യൂസ് 17 സെൻറ്റിമീറ്റർ, മറ്റൊരു വശം അനദർ സൈഡ് തന്നിരിക്കുന്നത് 15 സെൻറ്റിമീറ്റർ. നമുക്കതിൻ്റെ മോഡൽ പിക്ചറും കൂടെ ഒന്ന് വരച്ചു നോക്കാം. ഞാൻ ഇവിടെ ഇങ്ങനെ വരച്ചു. ഇങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്കറിയാം തന്നിരിക്കുന്നത് 15 സെൻറ്റിമീറ്റർ, ഇത് 17 സെൻറ്റിമീറ്റർ. നമുക്ക് കിട്ടേണ്ടത് ഇവിടെയാണ് കിട്ടേണ്ടത്, ആ സമചതുരത്തിൻ്റെ പരപ്പളവ് അതാണല്ലോ കിട്ടുക ആദ്യം. അപ്പം അതായത് ഇവിടെ നമുക്ക് മറ്റൊരു ഇതും കൂടെ എഴുതാം. ആദ്യം കിട്ടുന്നത് ലംബവശത്തിൻ്റെ വർഗ്ഗമാണ് കിട്ടുക, അതായത് മൂന്നാമത്തെ വശത്തിൻ്റെ വർഗ്ഗമാണ് ആദ്യം കിട്ടുന്നത്. എന്നിട്ട് അതിൻ്റെ വർഗ്ഗമൂലം കാണണം. അപ്പം ഇവിടെ നോക്കാം, മൂന്നാമത്തെ വശത്തിൻ്റെ നീളം കിട്ടാൻ, ലെങ്ത് ഓഫ് ദ തേർഡ് സൈഡ്, അതായത് മൂന്നാമത്തെ വശത്തിൻ്റെ നീളം കിട്ടാൻ 17 സ്ക്വയറിൽ നിന്ന് എന്ത് ചെയ്യണം? 15 സ്ക്വയർ കുറയ്ക്കണം. അതാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്നിട്ട് അതിൻ്റെ വർഗ്ഗമൂലം കാണണം. 17നെ 17 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് കിട്ടുന്നത് 289 ആണ്. നിങ്ങളൊന്ന് എഴുതി ഗുണിച്ച് നോക്കിയാൽ അറിയാം. 289 നിന്ന് 15നെ സ്ക്വയർ, അതായത് 15ൻ്റെ വർഗ്ഗം എന്ന് പറയുന്നത് 15 × 15. നേരത്തെ ചെയ്ത മെത്തേഡ് ഒന്ന് ആലോചിച്ചാൽ മതി. 1 അതിൻ്റെ തൊട്ടടുത്ത സംഖ്യ 2, ഒരു 2 2, പിന്നെ നമുക്ക് 25 എഴുതി വെച്ചാൽ മതി. ഇനി ഇതിൽ നിന്ന് ഇത് കുറയ്ക്കണം. 289 നിന്ന് 225 നിങ്ങൾ അറിയില്ലെങ്കിൽ എഴുതി കുറയ്ക്കുക, അല്ലെങ്കിൽ ഇതിൽ നിന്ന് കുറച്ചാൽ കിട്ടുന്നത് 64 ആണ്. നോക്കുക, 64 എന്ന് പറയുന്നത് അവിടെ വരുന്ന സമചതുരത്തിൻ്റെ പരപ്പളവാണ് ആയിരിക്കുന്നത്. നമുക്ക് ആ വശത്തിൻ്റെ നീളം കിട്ടാൻ എന്ത് ചെയ്യണം? അതിൻ്റെ വർഗ്ഗമൂലം കാണണം. 64 അപ്പം എത്ര സെൻറ്റിമീറ്റർ ആണ്? 8 സെൻറ്റിമീറ്റർ ആണ് വരിക. 8 × 8 ആണ് 64. കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, അടുത്തതും ഇപ്പം ചെയ്ത അതേപോലത്തെ കണക്കാണ്. കർണം ഇവിടെ തന്നിട്ടുണ്ട് 34 സെൻറ്റിമീറ്റർ. മറ്റൊരു വശം അനന്തർ സൈഡ് തന്നിട്ടുണ്ട് 30 സെൻറ്റിമീറ്റർ. ആദ്യം നമുക്ക് മൂന്നാമത്തെ വശത്തിൻ്റെ വർഗ്ഗം കാണാം, എന്നിട്ട് അതിൻ്റെ വർഗ്ഗമൂലം കണ്ടാൽ മതി. ഓക്കെ, അപ്പം 34 സ്ക്വയർ. ഇവിടെ ഒരു കാര്യമുണ്ട്, ഇവിടെയും തന്നിരിക്കുന്നത് കർണമാണ് അല്ലേ? അപ്പം ഇവിടെയാണ് കാണേണ്ടത്. അതുകൊണ്ട് 34 സ്ക്വയർ മൈനസ് 30 സ്ക്വയർ. 34നെ 34 കൊണ്ട് എഴുതി ഗുണിച്ചാൽ കിട്ടുന്നത് 1156 ആണ്. നിങ്ങളൊന്ന് എഴുതി ഗുണിച്ചാൽ മതി. 1156 മൈനസ് 30ൻ്റെ സ്ക്വയർ. ഇവിടെ 3ൻ്റെ സ്ക്വയർ 9 ആണ്. അപ്പം 2 പൂജ്യം വരും. 1156 നിന്ന് 900 കുറയ്ക്കണം. അപ്പം ഇത് കുറയ്ക്കാനും നമുക്ക് ഏറ്റവും എളുപ്പ വഴി എന്ന് പറഞ്ഞത് 1156 നിന്ന് 1000 അങ്ങോട്ട് കുറയ്ക്കുക. അപ്പം നിങ്ങൾ പറയും ഇവിടെ 900 അല്ലേ ഉള്ളൂ എന്ന്. പക്ഷെ നമുക്ക് എളുപ്പം ഞാൻ പറഞ്ഞുതരാം. 1000 കുറയ്ക്കുക. 1000 കുറയ്ക്കുമ്പോൾ 156 കിട്ടും. 156നോട് കൂടെ ഇവിടെ നമ്മൾ 100 കൂട്ടിയല്ലേ കുറച്ചത്, ആ 100 ഇവിടെ കൂട്ടുക. അപ്പം 256. ഈ രീതിയിൽ ചെയ്താൽ മതി. 900 കുറയ്ക്കുന്നതിന് പകരം 1000 കുറച്ചതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. ഇനി നമുക്ക് കിട്ടിയത് എന്താണ്? വർഗ്ഗേ കിട്ടിയിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ വർഗ്ഗമൂലം കാണണം. വർഗ്ഗമൂലം കാണുമ്പോൾ 256ൻ്റെ വർഗ്ഗമൂലം 16 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഓക്കെ, ഇനി ഞാൻ കുറച്ചതുപോലെ നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. എന്ത് ചെയ്താൽ മതി? 1156 വലതുവശത്ത് എഴുതുക. അതിൽ നിന്ന് 900 നിങ്ങൾ അങ്ങോട്ട് കുറയ്ക്കുക. 6 കിട്ടി. 5
9ഉം 2ഉം ആണ് 11. നോക്കൂ 256 കിട്ടുന്നത്. ഇത് തന്നെയാണ് നമുക്കിവിടെ കിട്ടിയത്. ഓക്കെ, അപ്പം നമുക്ക് ഈ വശത്തിൻ്റെ നീളം എത്രയാണ് കിട്ടിയത്? 16 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതിൻ്റെ ബാക്കി പ്രവർത്തനങ്ങൾ നമുക്കറിയാം. വീഡിയോ ലെങ്ത് കൂടുന്നത് കൊണ്ട് ഞാൻ ഇതിൽ നിന്ന് അടർത്തി മാറ്റുകയാണ്. അതിൻ്റെ ബാക്കി പ്രവർത്തനങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് ഇടാം. ഇന്നത്തെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇതിൻ്റെ ബാക്കി പ്രവർത്തനങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരെ ലവ് യു ഓൾ, ബൈ.